എല്ലാവർക്കും നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്തായാലും ഇന്ന് നോക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് മൊബൈലൊക്കെ റീചാർജ് ചെയ്യാം, അതുപോലെ തന്നെ ഡിഷ് ടി വി ഒക്കെ റീചാർജ് ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഗൂഗിൾ പേ നിങ്ങളുടെ മൊബൈൽ സെറ്റ് ചെയ്യുക എന്നറിയില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് എങ്ങനെ ഗൂഗിൾ പേ നിങ്ങളുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഏതാണ്ട് 2 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗൂഗിൾ പേ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാനും സെറ്റപ്പ് ചെയ്യാനും സാധിക്കും. സോ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹോം സ്ക്രീൻ എന്ന് പറയുന്നത് ഇതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് താഴെ ന്യൂ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. സോ അങ്ങനെ ന്യൂ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീനിലേക്കും അവിടെ നിങ്ങൾക്ക് റീചാർജ് ആൻഡ് പേ ബിൽസിൻ്റെ താഴെ നിങ്ങൾക്ക് മൊബൈൽ റീചാർജ്, അതുപോലെ തന്നെ ബിൽ പേയ്മെൻറ്റ്, അങ്ങനെ 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് മൊബൈൽ റീചാർജിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ റീചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പർ അവിടെ നിന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്ട്സിൽ നിന്നൊക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കും. റൈറ്റ് സൈഡിൽ കാണുന്ന കോൺടാക്ട്സിൻ്റെ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കോൺടാക്റ്റിന് വേണ്ടിയിട്ടാണോ റീചാർജ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ നമ്പർ അതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ നിന്നൊരു നമ്പർ സെലക്ട് ചെയ്യുകയാണ്, നമ്പർ ടൈപ്പ് ചെയ്യുകയാണ്. സോ ഞാനങ്ങനെ ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോഴത്തേനും എനിക്ക് താഴെ ഒരു സജഷൻ വന്നു. അതായത് എൻ്റെ കോൺടാക്റ്റിലുള്ള നമ്പർ തന്നെയാണ്. സോ ആ സജഷൻ വന്നു. ഒന്നുകിൽ അത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ആരോ ക്ലിക്ക് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ആരോ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും വിയുടെ, അതായത് വോഡഫോൺ ഐഡിയയുടെ സിമ്മാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയിട്ടുണ്ട്. അങ്ങനെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള അതായത് പ്ലാനുകളൊക്കെ, അതായത് വോഡഫോൺ ഐഡിയയ്ക്ക് ഇപ്പോൾ ഉള്ള പ്ലാനുകളൊക്കെ ഏതാണെന്ന് താഴെ കാണിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പ്ലാനുണ്ട്. അത് ആ പ്ലാൻ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻ സെലക്ട് ചെയ്യാം. ആ പ്ലാൻ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെ പേയ്മെൻറ്റ് മെത്തേഡ് ലോഡായിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ ബാങ്ക് അക്കൗണ്ടാണ് ആദ്യം കാണിക്കുന്നത്. ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ പേയ്മെൻറ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വേറെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ പുതിയതായിട്ടൊന്ന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും താഴെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം പേ എന്ന് പറയുന്ന പേ ഇപ്പോൾ 149 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പേ 149 എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ UPI പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ UPI പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് താഴെ കാണുന്ന ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത നമ്പറിലേക്ക് റീചാർജ് ഓട്ടോമാറ്റിക്കായിട്ട് ആവുന്നതായിരിക്കും. സോ ഇങ്ങനെ ഇത്രയും ഈസി ആയിട്ട്, അതായത് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് 1 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് റീചാർജ് ചെയ്യാൻ സാധിക്കും. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക.